ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേബി ഷോപ്പിൽ നിന്ന് വാങ്ങിയ 2 പാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഫീഡിങ് സ്യൂട്ടാണ്. ഫീഡിങ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ബേബിക്ക് സോളിഡ്സ് തുടങ്ങുമ്പോൾ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ ഇടാൻ പറ്റിയ ബേബി സ്യൂട്ട്സ് ആണിത്. അപ്പോൾ ഫീഡിങ് സ്യൂട്ടാണ് ബേസിക്കലി. അത് ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സെക്കൻഡ് പാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇത് ബേസിക്കലി ഒരു സിലിക്കൺ ബിബാണ്. സിലിക്കൺ ബിബ് ഈ ഫീഡിങ് സ്യൂട്ടിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിലിക്കൺ ബിബ് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീഡ് ചെയ്യുന്ന അനുസരിച്ച് ഡ്രസ്സിലേക്ക് ഒന്നും വീഴാതെയും ബേബിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളിൽ ഒന്നാണ് ഫീഡിങ് സ്യൂട്ടും ഒരു സിലിക്കൺ ബിബും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ വാങ്ങിയെന്ന്. ഇപ്പോൾ ബേബീനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഒരു ഔട്ടർ വെയർ ആണിത്. ഒരു ഷോർട്ട്സും ഷർട്ടും ആണ്. അത് സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റാണ് ആൻഡ് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സസാണ്. നെക്സ്റ്റ് വാങ്ങിയത് ഒരു റോംബേഴ്സ് ആണ്. അത് ഭയങ്കര ലൂസാണ്. സോ ഇറ്റ്സ് ലൈക്ക് 6 to 9 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോംബേഴ്സ് ആണ്. അപ്പം ആസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ലൂസ് ഡ്രസ്സസാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബേബിക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്, ഷോപ്പിംഗ് മോൾസിലേക്കൊക്കെ. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതൊക്കെ. സോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഷർട്ടാണ്. ഫോർമൽ അല്ല, ഒരു സെമി കാഷ്വൽ ഷർട്ടാണ്. സോ ഹി ക്യാൻ പെയർ ഇറ്റ് വിത്ത് ഷോർട്ട്സ് ഓർ പാൻസ്, എന്താണെങ്കിലും അതിൻ്റെ കൂടെ പോവും. സോ അതാണ് നോക്കി വെച്ചിരുന്നത്. നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് ആണ് കൂടുതലും. നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതാണ് ഒരു ടീഷർട്ട്. ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ റോംബേഴ്സ് ആണെങ്കിലോ ജംപ് സ്യൂട്ട്സ് ആണെങ്കിലോ എന്താണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. ഒരു പെയർ ഓഫ് ഷോർട്ട്സ് ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ഒരു ടീഷർട്ടാണത്. ആൻഡ് ടീഷർട്ടിൻ്റെ കൂടെ ഒരു പെയർ ഓഫ് ഷോർട്ട്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ കാണിക്കാം. ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കാത്തത്. അതിവിടെ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ ഷോപ്പിംഗ് ഹാൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറച്ച് അഡീഷണൽ ഫുട്ടേജസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.